തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രാജ്യം അഭിമുഖീകരിച്ച പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നുപോകുന്നത്. രാജ്യം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കാലം. IMF ലോൺ മുടങ്ങും എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് രാജ്യം സ്വകാര്യവൽക്കരണത്തിന്റെ വഴി സ്വീകരിച്ചത്. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ധനകാര്യമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്ത് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയത്. അതേ അവസ്ഥയിലൂടെയാണ് കേരളവും ഇപ്പോൾ കടന്നു പോകുന്നത്. കേരളം എങ്ങോട്ട് തിരിയുന്നു എന്നതാണ് പ്രധാന ചോദ്യം. അതിനിടെയാണ് ബഡ്ജറ്റിൽ കേരളം സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. കേരളം അടിമുടി മാറുകയാണ്. CPM നേതൃത്വം നൽകുന്ന സർക്കാർ സ്വകാര്യ മൂലധന നിക്ഷേപത്തിന് ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം വെന്റിലേറ്ററിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സർക്കാർ കൈയൊഴിയുമെന്ന അവസ്ഥയും ഉണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വന്തം വരുമാനം കൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. അതിനിടെയാണ് സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. നഷ്ടത്തിലായ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണ്. ഇത് LDF സർക്കാരിന്റെ നയത്തിൽ നിന്നുള്ള പിന്മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. അടച്ചുപൂട്ടുന്നതിന് പകരം പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കുകയാണ് LDF സർക്കാരിന്റെ നയം. കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി, കഞ്ചിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, കെൽട്രോൺ കൗണ്ടേഴ്സ്, കെൽട്രോൺ പവർ ഡിവൈസസ്, കെൽട്രോൺ റെക്ടിഫയേഴ്സ്, കേരള ഗാർമെന്റ്സ്, കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ്, കുന്നത്തറ ടെക്സ്റ്റൈൽസ്, കേരള ആസ്ബറ്റോസ് സിമന്റ് പൈപ്പ് ഫാക്ടറി, കേരള ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ, പ്രതീക്ഷ ബസ് ഷെൽട്ടേഴ്സ് കേരളം, സിഡ്കോ കേരള, സിഡ്കൽ ടെലിവിഷൻസ്, വഞ്ചിനാട് ലെതേഴ്സ്, ആശ്വാസ് പബ്ലിക് അമ്യൂണിറ്റീസ് കേരള, സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് കോർപ്പറേഷൻ, കേരള സ്പെഷ്യൽ റിഫ്രാക്റ്റീവ്സ് എന്നീ സ്ഥാപനങ്ങളാണ് പൂട്ടുന്നത്. സംസ്ഥാനത്ത് ആകെ 149 പൊതുമേഖലാ സ്ഥാപനങ്ങളാണുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് 1,29,000 പേരുമാണ്. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുന്നിൽ KSRTC ആണ്. 1,521 കോടിയാണ് KSRTCയുടെ നഷ്ടം. തൊട്ട് പിന്നിൽ 1,312 കോടിയുമായി വാട്ടർ അതോറിറ്റിയുമുണ്ട്. KSEBയുടെ നഷ്ടം 1,023 കോടി രൂപയാണ്. അതിനിടെ വ്യവസായ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 279.1 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2017-18 മുതൽ 2021-22 വരെയുള്ള കാലത്ത് തുടങ്ങിയതും പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ പദ്ധതികൾക്കായി ഈ തുക ഉപയോഗിക്കും. 25 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ കൂടി അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ 16 എണ്ണത്തിനാണ് പെർമിറ്റ് നൽകിയിട്ടുള്ളത്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് 200 കോടി രൂപ വകയിരുത്തി. വ്യവസായ മേഖലയ്ക്കായി 1,729.13 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 469.47 കോടി രൂപ അധികമാണിത്.